ഹായ് ഹലോ. നമ്മുടെ കഴിഞ്ഞ കട്ടറിന്റെ വീഡിയോയിൽ ഇട്ടപ്പോൾ ഒരു കമന്റിൽ വന്നതാണ്, ഇത് എന്തിനാണ് ഈ ഹൈലൈറ്റ് ഷീറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്ന ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഇത് പണ്ട് വന്നുകൊണ്ടിരുന്ന കട്ടറാണ്. പണ്ട് വരുന്ന കട്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ബ്ലേഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി അതിന്റെ പ്ലേറ്റ് നിൽക്കില്ലായിരുന്നു. അത് ഇവിടം വരെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും, ഉള്ളിൽ വരെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വന്ന മെഷീനാണ് ഈ മെഷീൻ. ഇത് നിങ്ങൾ കണ്ടതാണ്. അതിന്റെയൊക്കെ ഇങ്ങോട്ട് കട്ട് ആ പ്ലേറ്റ് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കയറി വരുന്നുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും അളവെടുത്ത് കട്ട് ചെയ്യണമെങ്കിൽ ഈ എഡ്ജ് നമുക്ക് ഇങ്ങോട്ട് ചേർത്ത് വെച്ച് കറക്റ്റ് ആ വരയൊക്കെ നമുക്ക് വരയില്ലെങ്കിലും കറക്റ്റ് ലൈനിൽ കട്ട് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ വര വരച്ച് കട്ട് ചെയ്യുമ്പോഴുള്ള കുഴപ്പം വെച്ചാൽ നമ്മൾ മെഷീൻ അനക്കുന്നതനുസരിച്ച് നമുക്ക് ആ മട്ടം കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇതാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ലോഡ് ചെയ്ത് പിടിച്ചാൽ കറക്റ്റ് ലെവലിനും മട്ടത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ ഇവിടെ ഒരു ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ റീപ്പർ നമ്മൾ വെച്ചിട്ട് ആ നമ്മൾ മാർക്കിങ്ങിന്റെ അവിടെ ഈ എഡ്ജ് വരാൻ പാകത്തിന് വെച്ചിട്ട് നമുക്ക് ഈ കട്ടർ കറക്റ്റായിട്ട് കയറ്റി വിടുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ലൈൻ നമുക്ക് കീപ്പ് ചെയ്ത് വര വരയ്ക്കാതെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ മെഷീൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഹൈലൈറ്റ് ഷീറ്റ് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. ഈ വിഷയം വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞത്. വേറെ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്നത് പഴയ ടൈപ്പ് കട്ടർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെയിറ്റ് വേണമെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് നമുക്ക് ഇതിൽ കയറ്റിയിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഒട്ടിച്ച് നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പുതിയത് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.